ലൈഫ് മിഷൻ കോഴയിൽ പിണറായി വിജയന്റെ മകന് നോട്ടീസ് നൽകിയത് ഇഡിയും മുഖ്യമന്ത്രിയും സിപിഎമ്മും 2 വർഷം മറച്ചുവെച്ചത് എന്തുകൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇതിനുശേഷമാണ് എഡിജിപി RSS നേതാവിനെ കണ്ടതും പൂരം കലക്കിയതും. തൃശൂരിൽ BJP വിജയിച്ചതെന്നും സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M. ശിവശങ്കരനെ അറസ്റ്റ് ചെയ്ത ദിവസമാണ് മുഖ്യമന്ത്രിയുടെ മകനോട് ഹാജരാകാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും CPM-ഉം അതുപോലെ EDയും ഇങ്ങനെ ഒരു സമൻസ് അയച്ച വിവരം ഈ 2 വർഷത്തോളം കാലം മറച്ചുവെച്ചത് എന്ന് വ്യക്തമാകുന്നില്ല. എന്തുകൊണ്ടാണ് ഒറ്റ സമൻസിൽ ഇത് അവസാനിപ്പിച്ചത്? അത് ഞങ്ങൾ ആരോപിക്കുന്ന CPM BJP ബാന്ധവത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണോ? ഈ സംഭവത്തിന് ശേഷമാണ് ADGP ആയിരുന്ന അജിത് കുമാർ RSS നേതാവിനെ കാണാൻ പോയത്, തൃശൂർ പൂരം കലക്കിയെന്നുള്ള ആരോപണം വന്നത്, തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM BJPയെ സഹായിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണം വന്നത്. ഇതെല്ലാം സെറ്റിൽമെന്റ് ആയിരുന്നു എന്ന ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപത്തിന് അടിവരയിടുന്നതാണ് ഇപ്പോൾ വരുന്ന സംഭവങ്ങൾ. KR സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. KR സാജു, ശക്തമായ ആരോപണങ്ങൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. അതിൽ പൂരം കലക്കലടക്കം അദ്ദേഹം പ്രതിപാദിക്കുകയും ചെയ്തു. ഒരു സെറ്റിൽമെന്റായി ഇതിനെ കാണുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പൂരം കലക്കലടക്കം എങ്ങനെയാണ് നമുക്ക് ഇതിനൊന്ന് വിലയിരുത്താൻ കഴിയുക? അജി, വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി 20 കോടി രൂപയുടെ പദ്ധതിയിൽ 9 കോടി രൂപ കോഴയായി പോയി കമ്മീഷൻ ഇനത്തിൽ മാറ്റപ്പെട്ടു എന്നായിരുന്നു പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നത്. ആ ആരോപണം ശരിയായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് പ്രതിപക്ഷം ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് ശ്രമിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ ചില മാനങ്ങൾ കൂടി ഇന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇതിന് നൽകാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ശിവശങ്കരനെ അറസ്റ്റിലായ ദിവസമായിരുന്നു ED ഹാജരാവാനുള്ള നോട്ടീസ് കൊടുത്തത്. പിന്നീട് ഇതിന്മേൽ ഹാജരായില്ല മുഖ്യമന്ത്രിയുടെ മകൻ എന്ന് മാത്രമല്ല, പിന്നീട് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല EDയുടെ ഭാഗത്തുനിന്ന് എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ചില ഒത്തുതീർപ്പുകൾ നടന്നു എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുന്നോട്ട് വെക്കുന്നത്. ADGP ആയിരുന്ന MR അജിത് കുമാർ പിന്നീട് നമുക്കറിയാം RSS നേതാവായ ദത്താത്രേയ ഹൊസബള്ളയുമായി നടത്തിയ കൂടിക്കാഴ്ചകളൊക്കെ വിവാദമായതാണ്. ഈ കൂടിക്കാഴ്ചയൊക്കെ പിന്നിലുള്ളത് ഇത്തരം കാര്യങ്ങളിലെ ഒത്തുതീർപ്പാണ് എന്ന് ആരോപണം ഉന്നയിക്കുകയാണ് ഇന്ന് വി.ഡി. സതീശൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, പൂരം കലക്കൽ അടക്കമുള്ള കാര്യങ്ങളിലൂടെ BJPയെ സഹായിച്ചും തൃശൂരിൽ BJP ജയിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തത് ഈ മകനുമായി ബന്ധപ്പെട്ട കേസിലെ ഒത്തുതീർപ്പിന്റെ ഭാഗമാണ് എന്ന ആരോപണമാണ് വി.ഡി. സതീശൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അജി.